വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി ഒരുപാട് പേര് അനുഭവങ്ങൾ പങ്കുവച്ച് മുന്നോട്ട് വരുന്നുണ്ട്. നമ്മളിൽ എല്ലാവർക്കും അത്യാവശ്യം ഒരു ബേസിക് അവയർനെസ് ഉള്ള ഒരു കാര്യം കൂടിയാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിനെപ്പറ്റി എത്ര അറിഞ്ഞിരുന്നാലും ഒരു നാർസിസിസ്റ്റിക് അറ്റാക്കിന് ഇരയാകാൻ നമ്മളിൽ ആർക്കും പറ്റും. കാരണം നമുക്ക് എത്രത്തോളം ബുദ്ധിയുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം വ്യത്യസ്തനായി ചിന്തിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിക് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടോ, എന്നാൽ നമുക്ക് ഈ നാർസിസിസ്റ്റിക് വലയിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. വളരെ സാധാരണമായി ചിന്തിക്കുന്ന, വളരെ ഒരു ആവറേജ് മൈൻഡ് സെറ്റ് ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരാളെയും നാർസിസിസ്റ്റിക് പേഴ്സൺസ് ചൂസ് ചെയ്യില്ല. അവരെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ചൂസ് ചെയ്തിട്ട് അവരുടെ മനസ്സിൽ അവരൊന്നുമല്ല എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റിയാണ് അവർക്കുള്ളത്. ഈ ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാൾ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള, ഏറ്റവും നല്ല ഒരാളെ ചൂസ് ചെയ്ത് അവരെ ബീറ്റ് ചെയ്ത് അവരെ നിലംപരിശാക്കി ഒന്നുമല്ലാതെയാക്കി തീർക്കുമ്പോൾ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ ഇൻസെക്യൂരിറ്റി ഒന്ന് മാറുന്നതായിട്ട്, അല്ലെങ്കിൽ അവരെന്തോ അച്ചീവ് ചെയ്തിട്ടുള്ളൊക്കെ ഒരു ഫുൾഫിൽമെൻറ്റ് അവർക്ക് ഫീൽ ചെയ്യും. ചിന്തിച്ച് വളരെ സെലക്റ്റീവായി മാത്രം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതും ആ റിലേഷൻഷിപ്പിലുള്ള ആളെ കംപ്ലീറ്റ് ഇമോഷണലി ഡിസ്ട്രോയ് ചെയ്യുന്നതും വീണ്ടും ഈ സൈക്കിള് തുടർന്നു പോകുന്നതും. ഒരിക്കൽ ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ പെട്ടാൽ അതിൽ നിന്നും അധികം ആർക്കും പെട്ടെന്ന് റിക്കവർ ചെയ്യാനോ എസ്കേപ്പ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. കാരണം ഇത് ഒരിക്കലും അവസാനിപ്പിക്കാത്ത ഒരു ലൂപ്പാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ബുദ്ധിപൂർവ്വം നമ്മളെക്കുറിച്ച് പഠിച്ചിട്ടാണ് അവർ നമ്മളെ ഒരു ട്രാപ്പിലാക്കുക. ട്രാപ്പിലായി കഴിഞ്ഞാൽ അതേ കെണിയിൽ ഒരുപാട് നാൾ കിടന്ന് ഓടത്തക്ക രീതിക്കുള്ള ഒരു വലിയ കുഴി തന്നെ ആയിരിക്കും അവർ നമുക്ക് വേണ്ടി കുഴിച്ചിട്ടുണ്ടായിരിക്കും. സൈക്കോളജിയിൽ എല്ലാ മനുഷ്യർക്കും ഒരുപാട് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഉണ്ട്. എംപത്ത് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എംപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഫീലിങ്സ് അതുപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് എംപത്ത് എന്ന് പറയുന്നത്. ഒരാൾക്കുള്ള അവസ്ഥയെ നമുക്ക് അതുപോലെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതാണ് എംപാത്ത്. പക്ഷേ ഡാർക്ക് എംപാത്ത് എന്ന ഒരു സവിശേഷതയുള്ള ആളുകളുണ്ട്. അതായത് വളരെ എംപതറ്റിക്കലായിട്ട് മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു മനസ്സിലാക്കൽ അല്ലെങ്കിൽ തിരിച്ചറിവ് സ്വന്തം അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും നെഗറ്റിവിറ്റിയിൽ നിന്നിട്ടും എസ്കേപ്പ് ചെയ്യാനും ഒക്കെ ഈ ഒരു എംപതറ്റിക്കൽ ആയിട്ടുള്ള റിയലൈസേഷൻ യൂസ് ചെയ്യും. അതായത് മറ്റൊരാളുടെ ട്രാക്ക് എന്താണ്, അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ് എന്താണ്, അവരുടെ സ്ട്രാറ്റജി എന്താണ് എന്ന് അതുപോലെ മനസ്സിലാക്കിയെടുത്തിട്ട് ആ സ്ട്രാറ്റജി സ്വന്തം അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടും സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സവിശേഷതയാണ് ഡാർക്ക് എംപതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാർക്ക് എംപാത്ത് ഉള്ള ആളുകൾക്ക് ഉള്ളത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ഡാർക്ക് എംപാത്ത് ആയിട്ടുള്ള ഒരാളുമായിട്ടാണ് റിലേഷൻ ഉണ്ടാവുന്നത് എങ്കിൽ മാത്രമേ ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾ ഫെയിൽ ആവുകയുള്ളൂ. അല്ലാത്തിടത്തോളം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും വിജയിച്ച് തന്നെ നിൽക്കും. എനിക്ക് പേഴ്സണലി ഒരു നാർസിസിസ്റ്റിക് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടും എസ്കേപ്പ് ആവാൻ എന്നെ ഏറ്റവും സഹായിച്ചത് എൻ്റെ ഈ ഒരു പേഴ്സണാലിറ്റി ട്രെയിറ്റ് ആണ്. അത് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനും സ്ട്രാറ്റജീസിനെ പറ്റി അനലൈസ് ചെയ്യാനും അത് കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിച്ച് എന്നെ സേഫ് ആക്കാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡാർക്ക് എംപാത്ത് എന്നുള്ള ട്രെയിറ്റ് ആണ്. പക്ഷെ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഉണ്ടായിട്ടുള്ള ഏതൊരു റിലേഷൻഷിപ്പിനേക്കാളും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളതും ആ റിലേഷൻഷിപ്പാണ്. അതിൻ്റെ ആ ഒരു ടോക്സിക് പാർട്ടിനെ മാറ്റി നിർത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലവ് ബോംബിംഗ് പീരീഡിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ ഏറ്റവും ഈ ലോകത്ത് റെസ്പെക്ട്ഫുൾ ആക്കി വാല്യൂ ചെയ്ത് ഏറ്റവും സ്പെഷ്യൽ ആക്കിയിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കഴിവാണ്. ഈ നാർസിസിസ്റ്റിക് പീപ്പിളിന് മാത്രമേ ഈ ഒരു കഴിവ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ടോക്സിക് പോയിന്റിൽ എത്തുന്നത് വരെ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ്, ഒരു പരിചയം ഉണ്ടായി തുടങ്ങുന്നത് മുതൽ ഇവർ ഈ ടോക്സിക് പോയിന്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ എത്തിക്കുന്നത് വരെയുള്ള ഒരു ഫേസ് ഉണ്ട്. ഈ ഫേസ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് മീ, ഈ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ് ആ ഒരു ഫേസ്. കാരണം ഒരു ബന്ധത്തിൽ സ്നേഹവും വിശ്വാസവും ബഹുമാനവും കൺസിഡറേഷനും സ്പേസും വാല്യൂവും നോളജും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഫേസിന് ശേഷം ടോക്സിക് അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി അതിൽ നിന്നിട്ട് പിന്മാറാൻ നമുക്ക് പറ്റിയ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ ഇത് മനസ്സിലാക്കാൻ കുറേ സമയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം അറ്റാക്ഡ് ആയിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. അതിനുശേഷം ഈ ഒരു ട്രോമയിൽ നിന്നും പുറത്തു വരിക എന്ന് പറഞ്ഞാൽ
ഇറ്റ്സ് പോസിബിൾ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് ലേറ്റായി, ഒരുപാട് നാള് ഈ ഒരു ടോക്സിക് എൻവയൺമെന്റിൽ കൂടി നമ്മൾ ഇങ്ങനെ ഒരു സർവൈവർ ആയി തുടർന്നുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് എഫേർട്ടും എടുക്കേണ്ടി വരും. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നാർസിസിസ്റ്റിനെ എല്ലാം മനസ്സിലാക്കി ക്യാച്ച് ചെയ്ത് പോയിന്റ് ചെയ്ത് അതിനൊന്നുമല്ല. നമ്മുടെ ചുറ്റും ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഉള്ള ആളുകളുണ്ട്. ഒരുപാട് അടുത്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അവരെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനും പറ്റുള്ളൂ. പലരും സെൽഫിഷ് ആയിട്ടുള്ള ആളുകളെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളായിട്ട് തെറ്റിദ്ധരിക്കാറുമുണ്ട്. പക്ഷേ സെൽഫിഷ് ആയിട്ടുള്ള ആളുകളും നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളും സെയിം അല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നതിൽ കൂടി നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നത് ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും നമ്മുടെ കൺട്രോൾ മറ്റാരുടെയും കയ്യിൽ കൊടുക്കാതിരിക്കാനും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ ഒന്ന് വേദനിപ്പിക്കാനുള്ള അവകാശം വേറെ ആർക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്നതിൽ കൂടി നമ്മുടെ പീസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനും ബേസിക് എന്ന് പറയുന്നത് സെൽഫ് എഡ്യൂക്കേഷനാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിൽ കൂടി നമുക്ക് ഉറപ്പായിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ബന്ധങ്ങൾ എന്ന് പറയുന്നത് കൺട്രോൾ അല്ല, ബന്ധങ്ങൾ എന്ന് പറയുന്നത് വേദനിപ്പിക്കാനുള്ള ലൈസൻസ് അല്ല, ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മളല്ലാതാക്കാനുള്ളതല്ല, നമ്മുടെ ഐഡന്റിറ്റി മാറ്റാനുള്ളതല്ല, നമ്മളെ ഇൻസൾട്ട് ചെയ്യാനുള്ളതല്ല, ഒന്നുമല്ല. നമ്മളെ ഏറ്റവും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും നമ്മുടെ തളർച്ചയിൽ നമ്മളെ താങ്ങായിട്ടും ഒക്കെ നിൽക്കാൻ പറ്റുന്നതാണ് നമുക്കുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരാൾ വരുന്നു. ആ ആള് അതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ നമ്മളെ ഏറ്റവും അടിപൊളിയാണ്, നമ്മൾ ഏറ്റവും സൂപ്പറാണ്, നമ്മൾ ഏറ്റവും നല്ലതാണ്, നമ്മുടെ മറ്റാരും കാണാത്ത വാല്യൂസും നമ്മുടെ മനസ്സും ഒക്കെ അതുപോലെ കാണുന്ന ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരികയാണ്. അവർ നമുക്ക് തരുന്ന വാലിഡേഷനും സ്പേസും അവർ നമ്മളെ സീൻ ചെയ്യുന്ന രീതി നമുക്ക് തോന്നുകയാണ് ഫൈനലി ഇവരെ ഒരാളും കാണാത്ത എന്നെ കാണാനും തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ വന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ടോക്കിംഗ് സ്റ്റേജ് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം അതേ ആൾ തന്നെ നമ്മളെ ഏറ്റവും വർത്ത്ലെസ് ആയിട്ട്, ഏറ്റവും യൂസ്ലെസ് ആയിട്ട് തോന്നിപ്പിക്കുന്നു. നമുക്ക് ഈ ലോകത്ത് നമ്മളെപ്പോലൊരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരാളും ഇല്ല എന്നുള്ള ഒരു ഫേക്ക് റിയലൈസേഷൻ ആ ആളെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യവും നമ്മൾ ഈ റിഹേഴ്സൽ എടുത്ത് പേടിച്ചുകൊണ്ട് ആളോട് പറയേണ്ടി വരുന്നു. പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയുന്നതും പറയാത്തതും ചെയ്തതും ചെയ്യാത്തതും എല്ലാം നമ്മുടെ മാത്രം മിസ്റ്റേക്കാണെന്ന് ആൾ വരുത്തി തീർക്കുന്നു. നമ്മളറിയാതെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളെയും നമ്മളെ കൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നു. നമ്മുടെ സിബ്ലിങ്സ് ആവട്ടെ, കലീഗ്സ് ആവട്ടെ, നമ്മുടെ മറ്റ് സാമൂഹിക ബന്ധങ്ങളാവട്ടെ, എല്ലാത്തിൽ നിന്നും നമ്മളെ ഏറ്റവും ഒറ്റപ്പെടുത്തി അയാളുടേത് മാത്രമാക്കുന്നു എന്നുള്ള രീതിക്കാണ് അത് മാറ്റിയെടുക്കുന്നത്. അതൊരു ഹെൽത്തി പോസസീവ്നെസ് ആയിട്ടും അതൊരു സ്നേഹക്കൂടുതലായിട്ടും ഇഷ്ടക്കൂടുതലൊക്കെ ആയിട്ട് നമ്മളെ ധരിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും നിന്നും ഒറ്റപ്പെടുത്തി മാറ്റിയെടുക്കും. ഈ ഒറ്റപ്പെടുത്തൽ എന്നൊരു പ്രോസസ്സ് നടത്തുന്നത് നമ്മളെ കൊണ്ട് തന്നെ ആയിരിക്കും. അവര് നമ്മുടെ ബന്ധങ്ങളെല്ലാം ഇങ്ങനെ വിച്ഛേദിച്ച് കട്ട് ചെയ്ത് മാറ്റിപ്പിക്കുന്നത്. വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പ് തുടക്കത്തിൽ ഒന്നും നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. സൈലന്റ് ട്രീറ്റ്മെന്റ്. അതായത് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഈ വ്യക്തി സൈലന്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദിവസങ്ങളോളം നമ്മളോട് മിണ്ടാതെ ഇരിക്കുക എന്നുള്ള ഒരു പ്രോസസ്സും, ഈ മിണ്ടാതെ ഇരിക്കുന്നതിന് മുമ്പ് അത് നമ്മുടെ ഒരു തെറ്റാണ് എന്ന് വിശ്വസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് ഈ മിണ്ടാതെ ഇരിക്കുന്നത്, സൈലന്റ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ആ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ കൊല്ലുന്നതിന് തുല്യമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു നമ്പർ 1 ഇൻഡിക്കേറ്റർ ആയിട്ട് എടുത്തിട്ട് സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യുക, നാർസിസിസ്റ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവർ ചെയ്യുന്ന ഓരോ സ്ട്രാറ്റജീസും വളരെ സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക, നിങ്ങളെ തന്നെ രക്ഷപ്പെടുത്തുക. നമുക്ക് ഉണ്ടാവുന്ന ബന്ധങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് മാത്രമേ പറ്റൂ. നമുക്ക് അറിവുണ്ടെങ്കിൽ, നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യാം. ഈ ഒരു 2 ഓപ്ഷനേ നമുക്ക് മുന്നിലുള്ളൂ. സോ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് വളരെ കാര്യഗൗരവമായിട്ട് ജാഗ്രതയോടെ കാണേണ്ട ഒരു പോയിന്റ് ആണ്. അവിടെ നിങ്ങൾക്ക് ബോധവും ബുദ്ധിയും ഉദിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ അങ്ങോട്ട് സേഫ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് നാർസിസിസം, എന്താണ് നാർസിസിസ്റ്റിക് സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു ലൂപ്പ് എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ആളുകളെയാണ് നാർസിസിസ്റ്റുകൾ ടാർഗറ്റ് ചെയ്യുന്നത്, നാർസിസിസ്റ്റുകളുടെ ഉള്ളിലുള്ള സെൽഫ് ഫീലിങ്സ് എന്തൊക്കെയാണ്, അവര് ടാർഗറ്റ് ചെയ്ത് വിക്ടിം ആക്കുന്ന ആളെ എങ്ങനെ അവരുടെ ഫ്രണ്ട്സിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒക്കെ ഡിസ്കണക്ട് ചെയ്ത് മാറ്റുന്നു, ഒരു മനുഷ്യന്റെ ഏതു പ്രായത്തിൽ എങ്ങനെയാണ് നാർസിസിസം ഡെവലപ്പായി വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്കുള്ള ചില ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു തരാം.
അവര് ഏറ്റവും ഇൻസെക്യൂർ ആണ് ഉള്ളിൽ, പക്ഷെ അവര് പുറമെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരാളായിട്ടായിരിക്കും അവതരിപ്പിക്കുക. അവരെ സെൽഫായിട്ട് പ്രസന്റ് ചെയ്യുന്നത് അവർ ഏറ്റവും സെക്യൂർ ആണ് എന്നുള്ള രീതിയിലായിരിക്കും. രണ്ടാമത്തെ ഫീച്ചർ, അവർ വളരെ കാം ആയിരിക്കും. എല്ലാവരോടും ഏറ്റവും സന്തോഷത്തോടെ ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ ഹൃദ്യമായിട്ട് പെരുമാറുന്ന ആളുകളായിരിക്കും. മൂന്നാമത്തേത്, എക്സസീവ് നീഡ് ഓഫ് അഡ്മിറേഷൻ. അവർ എപ്പോഴും ഇങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അവര് വളരെ അഡ്മയർ ചെയ്യപ്പെടേണ്ട ആളുകൾ എന്നാണ് അവർ വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും എക്സസീവ് നീഡ് ഓഫ് അഡ്മിറേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കണം. അത് അവർ ഡിമാൻഡ് ചെയ്യും. ഒട്ടും എമ്പതി ഇല്ലാത്ത ആളുകളായിരിക്കും. മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനോ ഒരാളുടെ വേദന മനസ്സിലാക്കാനോ ഒരു കഴിവും അവർക്ക് ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ അവർ ആക്ട് ചെയ്യും, മറ്റൊരാളുടെ വേദന മനസ്സിലാവുന്നതായിട്ട് ആക്ട് ചെയ്യും. പക്ഷെ അതൊരു ആക്ടിങ് മാത്രമാണ്. അവർക്ക് 1% പോലും ഉൾക്കൊള്ളാൻ പറ്റില്ല മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. ക്രിറ്റിസിസം സഹിക്കാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർ മറ്റുള്ളവരെ കളിയാക്കുമായിരിക്കും, ക്രിറ്റിസൈസ് ചെയ്യുമായിരിക്കും. പക്ഷെ അവർക്ക് സെൽഫായിട്ട് ക്രിറ്റിസിസം ഉൾക്കൊള്ളാനേ കഴിയില്ല. അവർ അതിനോട് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പ്രതികരിക്കുക. ഒരു ഹെൽത്തി ക്രിറ്റിസിസം പോലും താങ്ങാൻ പറ്റാത്ത ആളുകളാണ് നാർസിസിസ്റ്റിക് ആളുകൾ. വളരെയധികം ജലസ് ആയിട്ടുള്ള, അസൂയയുള്ള ആളുകളാണ് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ. മറ്റൊരാളും ഇവരെക്കാൾ നന്നാവുന്നതോ അല്ലെങ്കിൽ അവർക്കൊരു നന്മ ഉണ്ടാവുന്നതോ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും സ്വന്തം ഐഡന്റിറ്റി, അതായത് സെൽഫ് വർത്ത് മറ്റുള്ള ആളുകളുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരാളും ആയിരിക്കും നാർസിസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ഒരാൾ. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഈ നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ കേൾക്കുന്ന ആർക്കെങ്കിലും സെൽഫായിട്ട് ഒരു നാർസിസിസ്റ്റ് ആണോ എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു നാർസിസിസ്റ്റ് അല്ല. നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും സെൽഫായിട്ട് അനലൈസ് ചെയ്യില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെന്നോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടെന്നോ സെൽഫായിട്ട് ഒരിക്കലും അനലൈസ് ചെയ്യാത്ത, തിങ്ക് ചെയ്യാത്ത ഒരാളാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളത്. അതുകൊണ്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് കാണുമ്പം അത് ഉള്ള ഒരാളാണോ താൻ, സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീലിംഗിൽ ഇനഫ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ നാർസിസിസ്റ്റ് അല്ല. നാർസിസിസ്റ്റിന് അങ്ങനെ ഒരു ക്യാപ്പബിലിറ്റി ഇല്ല എന്നുള്ളതാണ് സത്യം. നാർസിസിസ്റ്റിക് പീപ്പിൾ ഒരു ബന്ധത്തിൽ അവർക്കൊരു ലൂപ്പ് ഉണ്ടാക്കും. ഈ ലൂപ്പിൽ കിടന്ന് വിക്ടിം കറങ്ങും. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ആ സ്റ്റേജസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. വെരി ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ലവ് ബോംബിംഗ് ആണ്. ഐഡിയലൈസേഷൻ സ്റ്റേജ് അഥവാ ലവ് ബോംബിംഗ് എന്ന് പറയും. അതായത് വളരെ സഡൻ ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ സ്നേഹം തരാമോ, എങ്ങനെയൊക്കെ ഒരു റിക്കഗ്നീഷൻ തരാമോ, എങ്ങനെയൊക്കെ നമുക്കൊരു അഡ്മിറേഷൻ തരാമോ, ഇതെല്ലാം ഈ പറയുന്ന നാർസിസിസ്റ്റ് നമുക്ക് തരും. അതായത് നമുക്ക് ആ ഒരാൾ മാത്രമാണ് ഈ വേൾഡിൽ റൈറ്റ് പേഴ്സൺ എന്ന് തോന്നിപ്പിക്കും നമ്മളെ കൊണ്ടവർ. ബിക്കോസ് അവർ നമ്മളെ കെയർ ചെയ്യുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ, നോക്കുന്നത് പോലെ, പാമ്പർ ചെയ്യുന്നത് പോലെ ഈ വേൾഡിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇതുപോലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾ നമുക്കിനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് പേഴ്സൺ, ദിസ് ഈസ് ദ സോൾമേറ്റ്, ദിസ് ഈസ് എവറിത്തിങ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും, നമ്മൾ വിശ്വസിച്ച് പോകും. അത്രത്തോളം ഒരു ലവ് ബോംബിംഗ് ആണ് ഈ ഒരു ലവ് ബോംബിംഗ് ഓർ ഐഡിയലൈസേഷൻ പീരീഡിൽ നാർസിസിസ്റ്റുകൾ നടത്തുക. എപ്പോഴും ഫോളോ അപ്പ് മെസ്സേജസ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വളരെ കോൺസ്റ്റന്റ് ആയിട്ട്, വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പരിഗണനയും ഒരു സ്നേഹവും തന്നുകൊണ്ടേയിരിക്കും. അവർ ചെയ്യുന്നതിനെ മിററിംഗ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് അവർ പഠിക്കും. എങ്ങനെ പഠിക്കും എന്ന് പറഞ്ഞാൽ, ഈ ലവ് ബോംബിംഗ് സ്റ്റേജിന് മുമ്പ് ഒരു ടോക്കിംഗ് സ്റ്റേജ് ഉണ്ടായിരിക്കും. അത് എല്ലാ ബന്ധങ്ങളിലും ഉണ്ടായിരിക്കുമല്ലോ. ഈ ടോക്കിംഗ് സ്റ്റേജിൽ ഒരുപാട് ചോദ്യങ്ങൾ അവർ നമ്മളോട് ചോദിക്കും. നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർ. നമ്മളോട് അവരെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരി അവർ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെക്കുറിച്ച് ചോദിക്കും. നമ്മൾ എങ്ങനെയുള്ള ഒരാളാണ്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ മിററിംഗ് ടെക്നിക്കാണ് ചെയ്യുന്നത്. അതായത് ആ ഇഷ്ടങ്ങളും നമ്മുടെ അഭിരുചികളും നമ്മുടെ വേവ് ലെങ്ത്തും എല്ലാം ഉള്ള ഒരാളായിട്ട് അവരെ നമ്മളെ കൊണ്ട് കാണിക്കും. അപ്പോഴാണല്ലോ നമുക്ക് അവരെ ഇഷ്ടപ്പെടുന്നത്. എന്നിട്ടാണ് ഈ ലവ് ബോംബിംഗ് എന്നുള്ള ഫസ്റ്റ് ഫേസിലേക്ക് പോകുന്നത്. ആ ഫസ്റ്റ് ഫേസിൽ നമുക്ക് കിട്ടുന്ന സ്നേഹവും പരിഗണനയും വിശ്വാസവും ബഹുമാനവും സ്പേസും ഇതെല്ലാം നമ്മൾ ഒരുപാട് സന്തോഷിപ്പിക്കും. പ്ലസ് നമ്മുടെ അതേ ഇൻട്രസ്റ്റ് ഉള്ള നമ്മളെ പോലെയുള്ള ഒരാളായിട്ട് അവർ നമ്മുടെ മുമ്പിൽ ചുമ്മാ അഭിനയിക്കും അല്ലെങ്കിൽ ആക്ട് ചെയ്യും. നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുന്നത് വരെയും അവരത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചു എന്നെത്തുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവൂ നമ്മൾ ട്രാക്കിൽ വീണു, അവരുടെ ട്രാപ്പിലായി എന്നുള്ളത്. നമ്മളും അവർ ഒരുമിച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് അവർ പറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ നമ്മളെ പോലൊരു ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെ അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞു കളയും. നമ്മുടെ മനസ്സിനെ പറ്റിയിട്ടും നമ്മുടെ സങ്കടങ്ങളെ പറ്റിയിട്ടും അവർക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന പോലെ ഈ ലോകത്ത് ആർക്കും പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് വരുന്നത്. കാരണം നമ്മൾ അത്രയും കാലത്തെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത അത്രയും സ്നേഹവും
അത്രയും കമ്മിറ്റ്മെൻറ്റും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ബന്ധമൊക്കെയാണ് അവർ നമുക്ക് ഈ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓഫ് കോഴ്സ് നമ്മൾ അതിൽ വീണില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു മനുഷ്യനാണെങ്കിൽ നമ്മൾ അതിൽ വീണു പോകും. ആ ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റിയാണ് അവർ തരുന്ന ഒരു സ്നേഹത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ അവരുടെ ഫസ്റ്റ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലേ ഈ റിക്കഗ്നിഷൻ ഉണ്ടായിട്ട് നമ്മൾ സെൽഫായിട്ട് കോഷ്യസ് ആയിട്ട് നമ്മൾ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ പഠിക്കാൻ ശ്രമിച്ച് ആദ്യ പോയിന്റിൽ തന്നെ പിന്മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബന്ധം ഓർക്കാൻ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ ലവ് ബോംബിങ് സ്റ്റേജ് മാത്രമാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള അവരുടെ ആ ഒരു നെക്സ്റ്റ് ടാക്റ്റിക്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ട് നിങ്ങൾ പിന്മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഡാമേജ്ഡ് ആയിട്ടില്ല, നിങ്ങൾക്ക് അത്രത്തോളം വൂൺസും ഇല്ല ബന്ധത്തിൽ നിന്ന്. സോ നിങ്ങൾക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ പീരീഡ് ഓർക്കാൻ നല്ലതാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ആ ഒരു തുടക്കം സ്റ്റേജിൽ അവിടെ നിന്ന് മനസ്സിലാക്കി മാറാൻ സാധിച്ചതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഏതൊക്കെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓർക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഞാൻ പറയും. പക്ഷേ അതിനുശേഷമുള്ള ഡാമേജ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഈ സ്നേഹം തന്നെ വെറുത്തു പോകും, ബന്ധങ്ങൾ തന്നെ നിങ്ങൾക്ക് ഈ ലോകത്ത് വേണ്ടെന്ന് തോന്നിപ്പോകും, നിങ്ങൾക്ക് ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ വയ്യാത്ത ഒരാളായിപ്പോൾ, നിങ്ങൾക്ക് ഒന്നിനും ഈ ലോകത്ത് പറ്റാത്ത തരം അത്രത്തോളം ഡാമേജ് ഉണ്ടാവും. ഇനി ഉള്ള നെക്സ്റ്റ് ഫേസസിലോട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീവാല്യുവേഷൻ ആണ്. ഡീവാല്യുവേഷൻ എന്ന് പറയുന്നത് ഇത്രയും നാൾ നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ട് ഈ ലോകത്തിൻ്റെ നെറുകയിൽ നമ്മളെ സൂക്ഷിച്ചിരുന്ന ഒരാളിൽ നിന്നും നമുക്ക് ചെറിയ തോതിലുള്ള ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം 1%, ചെറിയ തോതിലുള്ള ഡീവാല്യുവേഷൻ, നമ്മളെ അവർ ഡീവാല്യൂ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ ഡീവാല്യുവേഷൻ്റെ ഒരു സ്റ്റേജാണ് നെക്സ്റ്റ് സ്റ്റേജ്. അതായത് ഞാൻ ഈ പറഞ്ഞ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിൽ നിന്നിട്ടാണ് ഈ ഡീവാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഒരു കാര്യം അവർ ചെറിയൊരു തീപ്പൊരി കൊളുത്തി വെക്കുന്നത് പോലെ അവർ നമ്മളെ കുറ്റക്കാരനാക്കി ചിന്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് ഇട്ടിട്ടായിരിക്കും അവർ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റിലോട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആവുക. അപ്പോൾ നമുക്ക് സെൽഫായിട്ട് നമുക്ക് തന്നെ തോന്നും നമ്മളെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇപ്പം നമുക്ക് ആ വ്യക്തിയെ കിട്ടാത്തത്, അറ്റൻഷൻ കിട്ടാത്തത്, ആ ലൈഫിൽ അവരോട് സംസാരിക്കാൻ നമുക്ക് പറ്റുന്നില്ല, അവരുടെ പ്രസൻസ് ഇല്ലാതെ ഒരു ഡേ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അവരുടെ മെസ്സേജസോ കോൾസോ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള വല്ലാത്ത ഫീലിംഗിൽ എത്തിക്കുന്ന ആ സൈലന്റ് ട്രീറ്റ്മെന്റ് തരില്ലേ. ഓക്കെ, അത് തന്നെ ഡീവാലുവേഷന്റെ ഒരു സ്റ്റാർട്ടിങ് ഫേസ് ആണ്. അതിനുശേഷം ഇതൊരു കോൺസ്റ്റന്റ് ബിഹേവിയർ ആയിട്ട് മാറും. ചെറിയ ക്രിറ്റിസിസത്തിൽ നിന്നും വലിയ കമ്പാരിസൺസിലോട്ട് അത് പോകും. നമ്മളും അവരും തമ്മിൽ കമ്പയർ ചെയ്യപ്പെടും, നമ്മളും മറ്റുള്ള ആൾക്കാർ തമ്മിൽ കമ്പയർ ചെയ്യപ്പെടും. പിന്നെ അത് ഇൻസൾട്ടിലോട്ട് പോകും, സ്ലട്ട് ഷെയ്മിങ്ങിലോട്ട് പോകും. നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അത് ഒറ്റയടിക്ക് ഒരു ഇൻഡെപ്ത് ഇൻസൾട്ട് ആയിരിക്കില്ല, ചെറിയ ഇൻസൾട്ട്, പിന്നെ കുറച്ചുകൂടി വലിയ ഇൻസൾട്ട്, അങ്ങനെ പതിയെ ഇൻസൾട്ടുകളുടെ ആഴം, ഇൻസൾട്ടുകളുടെ എണ്ണം, ഇൻസൾട്ടുകളുടെ ആവർത്തി ഇതെല്ലാം കൂടി വരും. അതിനുശേഷം കോൺസ്റ്റന്റ് ഫോൾട്ട് ഫൈൻഡിങ് ആണ്. അതായത് നമ്മുടെ ഭാഗത്ത് എന്ത് ഫോൾട്ടാണോ ഉള്ളത്, എന്ത് തരത്തിലുള്ള അബദ്ധങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, മിസ്റ്റേക്കാണ് ചെയ്യുന്നത്, നമ്മുടെ കുറ്റം അവിടെയും ഇവിടെയും ഒക്കെ കുറ്റം എന്നുള്ള രീതിക്ക് എല്ലായിടത്തും ഒരു ഫോൾട്ട് ഫൈൻഡർ ആയിട്ട് അവർ മാറും. സോ ഇവഞ്ച്വലി നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ പറയുന്ന എല്ലാം സംഭവിക്കുന്നത്, നമ്മുടെ ഭാഗത്ത് ഒരുപാട് തെറ്റ് വരുന്നു, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ള ഒരു ഫേക്ക് റിയലൈസേഷൻ നമുക്ക് അവർ തരും. മൂന്നാമത്തെ സ്റ്റേജ് നമ്മളെ വളരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കൺഫ്യൂസിങ് സ്റ്റേജാണ്, അതായത് മാനിപ്പുലേഷൻ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിലാണ് ഗ്യാസ് ലൈറ്റിംഗ് പോലെയുള്ള ബിഹേവിയർ കാണിക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ ഫ്ലിപ്പ് ചെയ്യുക, അതായത് നമ്മൾ അവരെക്കുറിച്ചൊരു കാര്യം ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അത് നമുക്ക് ഹേർട്ട് ആകുന്നു എന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ബിഹേവിയർ ആയിട്ട് അവർ ചിത്രീകരിച്ചിട്ട് നമ്മൾ കാരണം അവരാണ് ആക്ച്വലി ഹേർട്ട് ആയത്, പക്ഷെ എന്തിനു നീ ഇങ്ങനെ വന്ന് ഡ്രമാറ്റിക് ആക്കി അതിനെ വളച്ചൊടിക്കുന്നു എന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, ഈ സ്റ്റോറി അപ്സൈഡ് ഡൗൺ ആക്കും. അപ്പോൾ നമുക്ക് തന്നെ ഫൈനലി കൺഫ്യൂസ്ഡ് ആവും, ഓ ആക്ച്വലി ഞാനാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത്, എന്നിട്ട് ഞാനാണ് അവരോട് പോയി അവർ പ്രശ്നക്കാരനാണെന്ന് പറയുന്നതെന്ന് ഉള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്യാസ് ലൈറ്റിംഗ് ബിഹേവിയർ ആണ് മാനിപ്പുലേഷൻ സ്റ്റേജിന്റെ പ്രധാന സവിശേഷത. മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സത്യമായിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ നടന്ന ഒരു കാര്യത്തെ നമ്മുടെ ഇമാജിനേഷനായിട്ട് അവർ മാറ്റിക്കളയും. അതായത് അവർ നമ്മളോട് ചെയ്യുന്ന ഒരു മോശം പ്രവൃത്തിയെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് അവരോട് പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല എന്ന്
പറഞ്ഞ് പറഞ്ഞ് നമ്മളെ അവർ വിശ്വസിപ്പിച്ച് കളയും. നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്, ഇതെല്ലാം നിന്റെ ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നിന്റെ ഇമാജിനേഷനാണ്, സത്യത്തിൽ ഇതൊന്നും നടന്നിട്ടില്ല, നീയാണ് വെറുതെ നമ്മുടെ നല്ല സമയം സ്പോയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഈ പറയാമെന്ന് നമ്മൾ അവസാനം ഒരു കുറ്റബോധവുമായിട്ട് തിരിച്ചു പോയിട്ട് വരും. ഇതാണ് ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഗ്യാസ് ലൈറ്റിങ്ങിൽ കൂടിയാണ് ഈ മാനിപ്പുലേഷൻ പോസിബിൾ ആവുന്നത്. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തിരിച്ച് നമ്മൾ തന്നെ കുറ്റക്കാരാക്കുന്ന രീതിയിൽ അവർ സംസാരിച്ച് വിശ്വസിപ്പിച്ച് അവസാനം അവർ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ പറ്റിയിട്ടും ആ ഒരു ബന്ധത്തെ പറ്റിയിട്ടും തോന്നിയിട്ടുള്ള എല്ലാ റെഡ് ഫ്ലാഗ്സും നമ്മുടെ ഇമാജിനേഷൻ മാത്രമാക്കും, നമ്മുടെ തോന്നൽ മാത്രമാക്കും, നമ്മൾ ആ ബന്ധം സ്പോയിൽ ചെയ്യുന്ന ആളാക്കും. ഇതെല്ലാം നമ്മൾ കാണിച്ചു കൂട്ടിയിട്ട് നമ്മളെ സഹിച്ച് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു നല്ല ഒരാളായിട്ട് ആ ആൾ നമ്മളെ കാണിക്കും. സോ നമ്മൾ വിശ്വസിച്ചു ഇത്രയും പ്രോബ്ലം ഉള്ള ഒരാളായ ഞാൻ ഇത്രയും മിസ്റ്റേക്ക് ചെയ്ത് ഇത്രത്തോളം കാര്യങ്ങൾ വളച്ചൊടിച്ച് ഇത്രത്തോളം ഇമാജിൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് അവരോട് പോയി സംസാരിക്കാൻ ശ്രമിച്ച നമ്മളെ ഇപ്പോഴും കൈവിടാതെ സ്നേഹിക്കുന്ന, കാത്തുവെക്കുന്ന, കൂടെ നിർത്തുന്ന, വേണമെന്ന് പറയുന്ന ആ ഒരാളല്ലാതെ വേറെ ആരാ നമുക്കിനി? ആ ഒരാളല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇനി ആരും ഉണ്ടാവില്ല. കാരണം ഇതുപോലൊരു നല്ല മനസ്സുള്ള ഒരാളായതുകൊണ്ടല്ലേ ഇത് പറ്റുന്നത് എന്നൊക്കെ നമ്മളെ കൊണ്ട് അവർ തോന്നിപ്പിക്കുന്നു. ദിസ് ഈസ് മാനിപ്പുലേഷൻ. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ഡിസ്കാർഡ്. ഈ ഡിസ്കാർഡ് എന്ന് പറയുന്നത് നമ്മളെ ഉപേക്ഷിക്കാതെ അങ്ങ് ഉപേക്ഷിക്കുന്ന സ്റ്റേജ് ആണ്. അതായത് തുടക്കത്തിലുണ്ടായ സൈലന്റ് ട്രീറ്റ്മെന്റിന്റെ വളരെ മോശമായിട്ടുള്ള ഒരു വേർഷൻ സൈലന്റ് ട്രീറ്റ്മെന്റ് നമുക്ക് അവർ തരാം. അവർ വേണമെങ്കിൽ ഒരു ബ്രേക്കപ്പിന്റെ വക്കിൽ കൊണ്ടെത്തിക്കാം, ചില ഫേക്ക് ബ്രേക്കപ്സ് നടത്താം, നമ്മളോട് കുറേ ദിവസം നമ്മൾ ഇൻവിസിബിൾ ആണെന്നുള്ള രീതിയിൽ അവർ പല കാര്യങ്ങളും മൂവ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് മറ്റ് ബന്ധങ്ങളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെയൊക്കെ പല തരത്തിലും അവർ പലയിടത്ത് നമ്മൾ അങ്ങ് ഉപേക്ഷിച്ച് കളയും. ദാറ്റ് ഇസ് കോൾഡ് ഡിസ്കാർഡ്. ഈ ഡിസ്കാർഡിങ് ഫേസിലാണ് പബ്ലിക് ഹ്യൂമിലിയേഷൻ ഒക്കെ വരുന്നത്. 4 പേരുടെ മുന്നിൽ നമ്മളെ അപമാനിക്കുക, കൊച്ചാക്കുക, മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുക, മോശക്കാരനായിട്ട് ചിത്രീകരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു വിലകെട്ട ഒരാളായിട്ട് മാറുക, ഇൻസൾട്ടഡ് ആവുക എന്നുള്ള പബ്ലിക് ഹ്യൂമിലിയേഷനും ഡിസ്കാർഡ് ഫേസിന്റെ ഒരു സവിശേഷതയാണ്. ഇനിയാണ് ലാസ്റ്റ് സ്റ്റേജ്. ഈ സ്റ്റേജിനെ ഹൂവറിംഗ് എന്ന് പറയും. ഈ വാക്യൂം ക്ലീനർ ഒക്കെ ഇങ്ങനെ ഈ പൊടിയൊക്കെ ഇങ്ങനെ വലിച്ചതിന്റെ ഉള്ളിലേക്ക് എടുക്കും, ആ ഒരു പ്രോസസ്സില്ലേ, അതിനെയാണ് ഹ്യൂവറിംഗ് എന്ന് പറയുന്നത്. അതായത് ചുറ്റുമുള്ള പൊടിപടലങ്ങളൊക്കെ വലിച്ചെടുക്കും വാക്യൂം ക്ലീനർ, അറിയില്ലേ? അതുപോലെ നമ്മളെ പൂർണ്ണമായിട്ട് അവരിലേക്ക് തിരിച്ച് വലിച്ചെടുക്കാൻ അവർക്ക് കഴിയും. ഓക്കെ, സോ അതാണ് ഹൂവറിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ അവർ ഒരു പടി താന്ന് തരുന്ന പോലെ ഒന്ന് ആക്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് വീണ്ടും അവർ സുപ്പീരിയറിറ്റി കാണിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ കരഞ്ഞു കാല് പിടിച്ചിട്ട് നീ ഒരിക്കലും എന്നെ വിട്ട് പോവല്ലേ, എനിക്ക് നീ വേണം, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പോകും. പക്ഷെ പൊതുവെ സോറി ഒന്നും പറയാറില്ല നാർസിസിസ്റ്റിക് പീപ്പിൾ. പക്ഷേ സോറി പറയാതെ തന്നെ സോറി പറഞ്ഞതുപോലെ നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിൽ അവർ പലതും കാണിച്ചു വിട്ട് നമ്മളെ കാല് പിടിച്ച് കരയുക, നമ്മളോട് അപേക്ഷിക്കുക, റെഗുലറായിട്ട് കോൺടാക്ട് ചെയ്യുക, റെഗുലറായിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക, മീറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുക, നമുക്ക് പരിചയമുള്ളവരോട് പറഞ്ഞ് സെറ്റാക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെ പലതും ചെയ്ത് ഇതൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കും. ആ വീക്ക്നെസ്സിൽ കൊണ്ട് അവർക്ക് നമ്മളെ തിരിച്ചു കിട്ടുമെന്ന് അറിയാവുന്ന ഒരു വീക്ക്നെസ്, ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള സ്നേഹമില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വീക്ക് പോയിന്റ് ആയിരിക്കും. ഇത് എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ച് നമ്മളെ അവരെന്ത് ചെയ്യും, ഹൂവറിങ് ചെയ്യും, തിരിച്ചെടുക്കും അവർ നമ്മളെ. വീണ്ടും ആ ഒരു ലവ് ബോംബിങ്ങിന്റെ ചെറിയ വേർഷൻ കാണിക്കും. അതിനുശേഷം ഡീവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, മാനിപ്പുലേഷനിലേക്ക് പോകുന്നു, കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നു, ഡിസ്കാർഡ് ചെയ്യുന്നു, ഹൂവറിങ് ചെയ്യുന്നു, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും ഇത് പോകുന്നു. അപ്പൊ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ഈ സൈക്കിളിൽ കിടന്ന് കുടുങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഒരു ലൂപ്പിൽ നമ്മൾ പെട്ടുപോകും. ഇതിനിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെയും, നമ്മുടെ പ്രിയപ്പെട്ട ഇഷ്ടങ്ങളെയും, നമ്മുടെ പ്രിയപ്പെട്ട ഹോബികളെയും, നമ്മുടെ പ്രിയപ്പെട്ട സ്കിൽസ്, ക്വാളിറ്റീസ്, നമ്മുടെ ഐഡന്റിറ്റി, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ ഒന്നുമല്ലാതെ ചത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് തുല്യമായിട്ട് നമ്മൾ മാറും. ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ചില സബ് കാറ്റഗറീസ് ഉണ്ട്, ലൈക്ക് ടൈപ്പ് ഓഫ് നാർസിസിസം ഉണ്ട്. ആ ടൈപ്സിന്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു സൈക്കിളിൽ ചെറിയ തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാവാം. എങ്കിലും ബേസിക് ആയിട്ട് നാർസിസിസ്റ്റിക് സൈക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. അവർ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ ഏത് തരത്തിലുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഏറ്റവും കെയർഫുള്ളായി ചിന്തിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ അവർ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഏറ്റവും നല്ലവരായിട്ടുള്ള, നല്ല മനസ്സുള്ള, നല്ല ക്വാളിറ്റീസ് ഉള്ള, നല്ല സ്കിൽഡ് ആയിട്ടുള്ള, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ മാത്രമായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. കൂടുതലും ഹൈലി എംപതറ്റിക് ആയിട്ടുള്ള ആളുകളെ അവർ വളരെ വേഗം വലയിൽ വീഴ്ത്താറുണ്ട്. നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വളരെ വീക്ക് ബൗണ്ടറീസ് ഉള്ള ആളുകൾ എന്നിവരെ അവർ തിരഞ്ഞെടുക്കാറുണ്ട്. ഒരു സ്നേഹബന്ധത്തിൽ അക്സെപ്റ്റൻസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള ആളുകളിലെ അവരെ ഇവരെപ്പോഴും ലക്ഷ്യം വയ്ക്കും.
ഈ ഇമോഷണൽ ലേബർ ഉള്ള ആളുകളുണ്ട്. അതായത് ബന്ധത്തിലെല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സും എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്ത് ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മനസ്സുള്ള ആൾക്കാരെ ഇവർ ഉന്നം വെക്കും. ഉള്ള ആളുകളെയൊന്നും അധികം കുറ്റപ്പെടുത്താതെ കൂടുതൽ കാര്യങ്ങളുടെയും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ മനസ്സുള്ള ആളുകളെയും ഈ നാർസിസിസ്റ്റിക് പീപ്പിൾ എപ്പോഴും ഉന്നം വയ്ക്കും. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് അവർക്ക് ഇഷ്ടം. വളരെ ഈസി ആയിട്ട് ഒരു പാവമായിട്ട് ഒരു ഇടത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരാളോട് അവർക്ക് വലിയ ചാലഞ്ചസ് ഒന്നും ഇല്ല. കുറച്ച് ചാലഞ്ചിങ് ആയാലേ ഈ ഒരു ക്യാറ്റ് മൗസ് പ്ലേ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. അപ്പം അതുകൊണ്ട് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് അത്തരത്തിൽ ചാലഞ്ചിങ് ആവാൻ ഇടയുള്ള ആളുകളെയാണ് ഇവർ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്നത്. ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് അവരുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും വിശ്വസിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇൻസെക്യൂർ ആയിട്ടുള്ള ആളുകളാണ്. അതായത് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സെൽഫ് ഐഡന്റിറ്റി ഉള്ള ആളുകളാണ് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ. ഈ ഇൻസെക്യൂരിറ്റീസും ഫ്രജൈൽ ആയിട്ടുള്ള സെൽഫ് ഇൻസെക്യൂരിറ്റീസ് ഒന്നും ഇവർ ഒരാളോടും കാണിക്കില്ല. സ്വന്തമായിട്ട് ഓരോ കാര്യത്തിനും വളരെ ഷെയിംഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും ഓരോ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും. അവർ ഇനഫ് അല്ല എന്നാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വിശ്വസിക്കുന്നത്. പക്ഷെ പുറമെ അഭിനയിക്കുന്നത് അവർ എല്ലാത്തിനും ഇനഫ് ആണെന്നായിരിക്കും. അവർക്ക് ഈ ഫെയിലിയറിനോട് വളരെ അമിതമായിട്ടുള്ളൊരു പേടിയുണ്ടാവും. റിജക്ഷനോട് പേടിയുണ്ടായിരിക്കും. ഇൻഅഡിക്വൻസി എന്നുള്ളൊരു കാര്യത്തോട് വളരെയധികം ഫിയർ ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ ഫിയേഴ്സ് അവരുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഒരു നെഗറ്റീവ് പറഞ്ഞാലോ ഒരു ക്രിറ്റിസിസം പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ഏരിയ ചൂണ്ടിക്കാണിച്ചാലോ ഒക്കെ അതൊക്കെ വളരെ നെഗറ്റീവ് സെൻസിറ്റിവിറ്റിയോട് കൂടിയായിരിക്കും അവർ ഫേസ് ചെയ്യുക. അവർക്ക് എക്സ്റ്റേണൽ വാലിഡേഷനോടുള്ള നീഡ് വളരെ കൂടുതലായിരിക്കും. ഈ ഒരു നീഡ് അവർ ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും മറ്റുള്ളവർ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ഒരു നാർസിസിസ്റ്റിക് റിലേഷൻ എൻ്റെ ലൈഫിൽ വന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഞാൻ പിന്നീട് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്, ഏതോ ഒരു ഘട്ടത്തിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്രീസിയേഷൻ ആ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇവരെല്ലാവരും എപ്പോഴും സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഔട്ട്സൈഡ് വാലിഡേഷനാണ്. ഈ അപ്രീസിയേഷനാണ് ആ വ്യക്തി എന്നെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ഘടകമായത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു അപ്രീസിയേഷൻ കിട്ടി. സോ നമുക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തി നമുക്ക് ധാരാളം ആ ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ തന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ള ഒരു ഡിമാൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ആഗ്രഹം, അത് ഒരു പോയിന്റാണ്. അതിനുശേഷമാണ് അവർ നമ്മളെ പറ്റി പഠിക്കാൻ തുടങ്ങുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും. സോ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുൾ ആവേണ്ടിയിരിക്കുന്നു. ചൈൽഡ്ഹുഡിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെട്ട പല അവസ്ഥകളും പിൽക്കാലത്ത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി രൂപാന്തരപ്പെടാൻ കാരണമാകാം. ഈ ഒറ്റപ്പെടലൊക്കെ ഉണ്ടെങ്കിലും ഓരോ നാർസിസിസ്റ്റിക് ആളുകളുടെ ചൈൽഡ്ഹുഡിലും അവരെ വളരെ സുപ്പീരിയർ ആയിട്ട് നിലനിർത്തിയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കാം. എൻ്റെ അറിവിലുള്ള എല്ലാ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുടെയും ഈ ഒരു സുപ്പീരിയറിറ്റി സോഴ്സ് എന്ന് പറയുന്നത് അവരുടെ മദേഴ്സ് ആയിരുന്നു. എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ റിയൽ ലൈഫിൽ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു 2-3 നാർസിസിസ്റ്റുകൾക്ക് അവരുടെ അമ്മ തന്നെയാണ് ആ ഒരു സേഫ് സുപ്പീരിയർ ആയിട്ടുള്ള കോംപ്ലക്സ് ഇൻജെക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ചില സെലിബ്രിറ്റി നാർസിസിസ്റ്റുകൾക്കും അവരുടെ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മദേഴ്സ് ആണെന്നാണ്. ചിലപ്പോൾ അത് വേരി ചെയ്ത് വരാം, നമുക്കൊരിക്കലും അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വളരെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡിലും ഏതെങ്കിലും ഒരാളിൽ നിന്ന് കിട്ടുന്ന ഒരു സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ഇൻജെക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരാളിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു നാർസിസിസ്റ്റിക് ട്രൈറ്റ് ഡെവലപ്പ് ചെയ്ത് ഫൈനലി ഒരു ഡേഞ്ചറസ് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളായി മാറാനുള്ള ഒരു കാരണമാണ്. മറ്റുള്ള ആളുകളിൽ നിന്നും ഇവരുടെ ടാർഗറ്റഡ് പേഴ്സണെ ഇവരെങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. നമ്പർ 1, പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് പ്രയോഗിച്ച ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊരു സ്ട്രാറ്റജി ഇല്ലേ, അതുപോലെ തന്നെ ഇവർ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഡിവൈഡ് ആൻഡ് കോൺകർ എന്നുള്ള ഒരു സ്ട്രാറ്റജി. ഫസ്റ്റ് ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ഓരോ മേഖലയും ഒറ്റപ്പെടുത്തി അവർ ഉദ്ദേശിക്കുന്ന ടാർഗറ്റഡ് പേഴ്സൺ ഐസൊലേറ്റഡ് ആയി കഴിഞ്ഞാൽ അവരെ കോൺകർ ചെയ്യാനും കൺട്രോൾ അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകാനും വളരെ ഈസിയാണ് എന്നുള്ള ഒരു സ്ട്രാറ്റജി. നമ്മുടെ പ്രിയപ്പെട്ട കണക്ഷൻ അല്ലെങ്കിൽ കണക്ടിവിറ്റിയിലുള്ള നെറ്റ്വർക്കിങ്ങിലുള്ള ആളുകളൊക്കെ നമുക്ക് എഗൻസ്റ്റ് ആണെന്നും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും നമുക്ക് അവരുടെ സമ്പർക്കം നല്ലതിനല്ല എന്നൊക്കെ പതിയെ നമ്മൾ അറിയാതെ വിശ്വസിപ്പിച്ച് നമ്മളെ കൊണ്ട് തന്നെ ആ ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നു. റിയാലിറ്റിയിൽ
ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ നാർസിസിസ്റ്റിക് ആളാണെന്നുണ്ടെങ്കിലും ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ മറ്റൊരാളെ കട്ട് ചെയ്ത് കളയുന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്. അതിൽ ഈ ആൾക്കൊരു പങ്കുമില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇവരിത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്പർ 2 സ്മിയർ ക്യാമ്പയിനിങ് ആണ്. അതായത് നമുക്ക് പരിചയമുള്ളതും നമ്മളെ പരിചയമുള്ളതുമായിട്ടുള്ള എല്ലാ ആളുകളോടും നമ്മളെ പറ്റി വളരെ നെഗറ്റീവായിട്ടുള്ള പ്രചാരണങ്ങൾ നമ്മളറിയാതെ അവർ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ പതിയെ പതിയെ മറ്റുള്ള ആളുകൾക്ക് നമ്മളോടൊരു അകൽച്ചയും വിശ്വാസക്കുറവും ഇഷ്ടക്കുറവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു യജ്ഞത്തിൽ അവർ വിജയിക്കുന്നു. നമ്മളെക്കുറിച്ച് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ നമ്മുടെ നെറ്റ്വർക്കിലുള്ള ആളുകളെ സമീപിക്കുക. നാളെ ഒരിക്കലും ഈ ബന്ധം പൂർണ്ണമായിട്ട് നിന്നുപോയാലും നമ്മൾ ഏറ്റവും മോശക്കാരാണെന്ന് മറ്റുള്ളവർക്ക് ഈസിലി റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോറീസും ഇവർ ഓൾറെഡി തന്നെ പറഞ്ഞു വെക്കും. ജലസി ക്രിയേഷൻ, ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ആളിലും അതുപോലെ തന്നെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന നെറ്റ്വർക്കിങ്ങിലുള്ള മറ്റാളുകളോടും ഇവർ ജലസി ഇൻജെക്ട് ചെയ്ത് വെക്കും. മ്യൂച്വലി ജലസ് ആണ് എന്നുള്ള ഒരു ധാരണ അവരിൽ ഉണ്ടാക്കിയെടുക്കും. നമ്പർ 4 ഇമോഷണൽ, ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാക്കിയെടുക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അവരുമായിട്ട് ഡിപ്പെൻഡഡ് ആയിട്ട് വരുത്തും. നമ്മൾ ഓരോന്നിനും അവരോട് പെർമിഷൻ ചോദിക്കേണ്ട, അവർ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം, അതായത് നമുക്ക് ഉള്ള നമ്മുടെ ഏർണിങ്സിന് പോലും അവരുടെ അനുവാദം വാങ്ങിച്ചതിന് ശേഷം മാത്രം നമുക്ക് അതിലൊരു തീരുമാനം എടുക്കാനോ സ്പെൻഡ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു സ്റ്റേജിലേക്ക് അവരോട് എത്തിക്കും. അങ്ങനെ സെൽഫായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിലും നമ്മൾ അവരോട് ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മൾ ഏൺ ചെയ്യും, പക്ഷെ നമ്മൾ ഫിനാൻഷ്യലി അവരോട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള സ്റ്റേജ്. അതുപോലെ തന്നെ ഇമോഷണലി നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഇമോഷണൽ നീഡ് ബേസിസ് നമ്മൾ അവരിൽ ഡിപ്പെൻഡഡ് ആയിരിക്കും. സോഷ്യലി നമുക്കിപ്പോൾ ഓൾറെഡി നമ്മളെ കൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞ് ഇപ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോയി. ഒറ്റപ്പെട്ട നമ്മളെ സോഷ്യലി കണക്ട് ചെയ്യണമെങ്കിൽ അവരാണ് ഡിപ്പെൻഡിങ് സോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇമോഷണലി, ഫിനാൻഷ്യലി, സോഷ്യലി എല്ലാ കാര്യത്തിലും നമ്മൾ അവരിൽ ഡിപ്പെൻഡഡ് ആവും. നമ്മൾ അങ്ങനെ അവർ ഡിപ്പെൻഡഡ് ആക്കും. പണിഷ്മെന്റിന്റെ സ്റ്റേജ് ആണ് 5th സ്റ്റേജ്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് റീഗെയിൻ ചെയ്യാൻ ശ്രമിച്ചാലോ നമുക്ക് മറ്റുള്ള ബന്ധങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ മറ്റുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ കണക്ട് ആവാൻ ശ്രമിക്കുമ്പോൾ നമ്മളോട് അവരെന്ത് ചെയ്യും? നമ്മളോട് പണിഷ്മെന്റ് കാണിക്കാൻ തുടങ്ങും. നമ്മളോട് ദേഷ്യപ്പെടും. ചിലപ്പോൾ നമ്മളോട് വലിയ ആർഗ്യുമെന്റ്, ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റ്സ് നടത്തും. ചിലപ്പോൾ നമ്മളോട് സൈലന്റ് ട്രീറ്റ്മെന്റിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഫോം കാണിക്കും. അക്യൂസേഷൻസ് ഉണ്ടാക്കും. ഇവൻച്വലി നമ്മൾ ചിന്തിച്ചു തുടങ്ങും, ഈ ലോകത്ത് വേറെ ആരും നമുക്കില്ല, ഈ ഒരാൾ മാത്രമേ ഉള്ളൂ, ഈ ആളില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ആരും ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ, നമ്മളൊന്നും അല്ലാതായി പോകുമല്ലോ എന്നൊക്കെ ചിന്തിക്കും. സോ അവർക്ക് ഈ ഇക്വേഷൻ വർക്ക് ആവുന്നത് ഐസൊലേഷൻ ഇസ് ഈക്വൽ ടു കൺട്രോൾ എന്നുള്ളതാണ്. നമ്മളെ എല്ലാവരിൽ നിന്ന് ഐസൊലേറ്റഡ് ആയി ഒറ്റപ്പെടുത്തി മാറ്റിയെടുക്കുമ്പോൾ അവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഈസിയാണ്. ചില പാരൻസ് കുട്ടികൾക്ക് എക്സസീവ് പ്രൈസിങ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. റിയൽ ലിമിറ്റ്സിനെ ഒന്നും മാനിക്കാതെ എക്സസീവ് ആയിട്ട് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കുട്ടികളിൽ നാർസിസിസ്റ്റിക് ട്രേറ്റ് വളർത്താൻ ഒരു കാരണമാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ എക്സസീവ് ക്രിറ്റിസിസത്തിൽ കൂടെ വളരുന്ന ഒരു കുട്ടിക്കും ഈ ഇൻസെക്യൂരിറ്റി പിൽക്കാലത്ത് നാർസിസിസ്റ്റിക് ആയിട്ട് ടേൺ ചെയ്യാനും കാരണമാവുന്നു. ഇൻകൺസിസ്റ്റന്റ് പാരന്റിങ് മെത്തേഡ്സും മറ്റൊരു കാരണമാണ്. പാരന്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റൻഷൻ, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി. ഇത് രണ്ടും വളരെ കോൺസ്റ്റന്റ് അല്ലാത്ത ഒരു ലെവലിൽ പോകുമ്പോൾ ഇത് കുട്ടികളെ നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു കാരണമാണ്. ചില കുട്ടികൾക്ക് ഇൻവാലിഡേഷൻ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആയിട്ട് കിട്ടുന്നത് നോ വൺ വാല്യൂ ഇൻ ദം. ചില കുട്ടികൾക്ക് ഓവർ വാലിഡേഷൻ കിട്ടും. ഇത് രണ്ടും ഇതിലേക്ക് എത്തിച്ചേരാൻ കാരണമാവുന്ന സോഴ്സസ് ആണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലും പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെവലപ്മെന്റിലും ജനറ്റിക് ട്രെയ്റ്റ്സിനും വളരെയധികം പങ്കുണ്ട്. അതായത് പാരമ്പര്യമായിട്ടും പകരാനുള്ള ഒരു സാധ്യത ഉണ്ട് ജീനുകളിൽ കൂടി. നാർസിസിസ്റ്റുകൾ എപ്പോഴും എംപതി ഉള്ള ആളുകളെ സെലക്ട് ചെയ്യുമെങ്കിലും അവർക്ക് ഇവർ ശരിക്കും ഒരു എംപതാണോ ഡാർക്ക് എംപതാണോ എന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇല്ലായിരിക്കും. പക്ഷേ ഡാർക്ക് എംപതായിട്ടുള്ള ആളുകളാണ് കൂടുതലും ഇവരെ മനസ്സിലാക്കിയിട്ട് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ മനസ്സിലാക്കലുകൾ ഉപയോഗിക്കുന്നത്. ഡാർക്ക് എംപത് ആയിട്ടുള്ള ആളുകൾ ഇമോഷണൽ പാറ്റേൺ വളരെ വേഗത്തിൽ ഒബ്സർവ് ചെയ്യും. ഇതൊരു ലൂപ്പാണെന്നും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കും. മാനിപ്പുലേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് നമ്മളത് ആണ് എന്ന് വിശ്വസിക്കാതെ ഇത് ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്നതല്ലേ, ഞാൻ പറയുന്ന കാര്യത്തെ അവർ നമ്മളോട് ഫ്ലിപ്പ് ചെയ്യുന്നതല്ലേ. നാർസിസിസ്റ്റുകളുടെ ഇൻസെക്യൂരിറ്റിയും വീക്ക് പോയിന്റ്സും പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റും ഡാർക്ക് എംപാത്ത് ആയിട്ടുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ ഈ ഡാർക്ക് എംപാത്ത് ആയിട്ടുള്ള ആളുകൾ ഒരു ബിഗിനിങ് ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റേജിൽ തിരിച്ച് ഇതേ സ്ട്രാറ്റജീസ് അവരോടൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവർ നമ്മളോട് ഇത്രയൊക്കെ കാണിച്ചു, നമ്മളും തിരിച്ച് ഇതുപോലെ കാണിച്ച് അവരെ പാഠം പഠിപ്പിക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ അത് സെൽഫ് ഹാം എന്നുള്ള രീതിയിൽ ടോക്സിസിറ്റിയിലേക്കാണ് പോകുന്നത്. സോ
എപ്പോഴാണോ ഇത് മനസ്സിലാക്കുന്നത്, ഇതൊരു നാർസിസ്റ്റിക് പാറ്റേൺ ആണെന്നൊരു റിയലൈസേഷൻ വരുന്നത്, ഈ പാറ്റേണിനെ തിരിച്ചറിയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ നാർസിസ്റ്റിക് സൈക്കിൾ ഉണ്ടല്ലോ, ലവ് ബോംബിങ്, ഡീവാലുവേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്കാർഡ്, ഹൂവറിങ്, ഈ ഒരു സ്റ്റേജ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ വേണ്ടത് ബുദ്ധിപൂർവ്വം ഇതിൽ നിന്നും പിൻവാങ്ങുക, ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുക, ഒരു ക്ലോഷറിന് വേണ്ടി പോകാതിരിക്കുക. നാർസിസ്റ്റുകൾ ഒരിക്കലും ഒരു ഹെൽത്തി ക്ലോഷർ തരില്ല. അതുകൊണ്ട് ഒരു ക്ലോഷറും ഇല്ലാതെ ബുദ്ധിപൂർവ്വം ടാക്റ്റിക്കായിട്ട് പിന്മാറുന്നതാണ് ഏറ്റവും നല്ലത്. ഇമോഷൻസ് ഒന്നും കൊടുക്കാതിരിക്കുക, നമ്മൾ റിയാക്ഷൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമേ നാർസിസിസ്റ്റുകളെ നമുക്ക് അടിയറവ് പറയിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ള എക്സ്പ്ലനേഷനും ജസ്റ്റിഫിക്കേഷനും ഒന്നും കൊടുക്കാതെ, ഒന്നും ഇല്ലാതെ പിൻവാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നമ്മുടെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസും അവർക്ക് കിട്ടാതിരിക്കുക, നമ്മൾ സ്വയം ഗ്രേ റോക്കിംഗ് ചെയ്യുക, അതായത് ഒരു ബോറിംഗ് പേഴ്സണായിട്ട് മാറുക, നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഫീലിങ്സും ഇല്ലാത്തതായി അവരെ കാണിക്കുക. അപ്പോൾ നമ്മൾ സേഫ് സോണിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ ഇതാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മൾ റിയാക്ഷൻ കൊടുക്കാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ അതിനുശേഷം അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വീണ്ടും ഇത് നമ്മുടെ ലൈഫിലെ ഒരു പാർട്ടായിട്ടും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുക, ഇതൊക്കെ അവരെ വീണ്ടും നമ്മൾ റീചാർജ് ചെയ്യുന്നതാണ്. അത് ചെയ്യാതിരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞു ഇതൊരു നാർസിസ്റ്റിക് പാറ്റേൺ ആണ്. വൺസ് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു ഇതിൽ നിന്ന് നമുക്ക് പിൻവാങ്ങണം, സേഫ് ആകണം, അതിനുശേഷം നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു. പിൻവാങ്ങി കഴിഞ്ഞതിന് ശേഷം ഗ്രേ റോക്കിംഗ് മാത്രം ചെയ്യുക, പരമാവധി ഒരു ബോറിംഗ് പേഴ്സൺ ആയിട്ട് മാറുക, ഒരു റിയാക്ഷനും ഇല്ലാത്ത. നമ്മൾ ചില ആളുകൾ ഈ ഫൂൾസിനെ ഫൂളാക്കാനുള്ള ഏറ്റവും നല്ല ഐഡിയ സ്വയം ഫൂളായിട്ട് ആക്ട് ചെയ്യുകയാണെന്ന് പറയും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഫീലിങ്സും റിവഞ്ചും ഐഡിയയും ഒന്നുമില്ലാത്ത വെറും ഒരു നിശ്ചലമായിട്ടുള്ള ഒന്നായി നമ്മൾ സ്വയം നമ്മളെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് പതിയെ ഇൻട്രസ്റ്റ് ഇല്ലായ്മയും എല്ലാം മാറും. അവരവരെ വഴിക്ക് പോകും, നമ്മൾ നമ്മളെ വഴിക്ക് പോകും. അങ്ങനെ നമ്മൾ നമ്മളെ സേഫ് ആക്കുക. അതല്ലാതെ റിവഞ്ച് ചെയ്യുക, അവരെ കുറിച്ച് നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക, ഒരു ക്ലോഷറിന് വേണ്ടി സമീപിച്ചുകൊണ്ടിരിക്കുക, ഇതൊന്നും നല്ലതിനല്ല. നമ്മളെ വീണ്ടും ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്ന, നമ്മളെ വീണ്ടും ഡാമേജ്ഡ് ആക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സ്ട്രോങ്ങസ്റ്റ് റെസ്പോൺസ് എന്താണ്? ഐഡന്റിഫൈ ചെയ്യുക, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, സ്ലോ ഡിറ്റാച്ച്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്യുക, നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് സിസ്റ്റം സൈലന്റ് ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യുക, ദെൻ ഗ്രേ റോക്കിംഗ്, no feelings, no emotion, no explanation, no closure, and completely silent. Then move on with your life. ലൈഫ് നമുക്ക് ഒരുപാടുണ്ട്. നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഡാമേജ്ഡ് ആയി പോയതുകൊണ്ടോ, നമുക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടോ, നമുക്ക് സങ്കടങ്ങളുള്ള ഒരു പാസ്റ്റ് ഉള്ളതുകൊണ്ടോ നമ്മുടെ ലൈഫ് എവിടെയും തീർന്നു പോകുന്നില്ല. വി ഹാവ് എ ലൈഫ്. സോ മുന്നോട്ടുള്ള ലൈഫിൽ നമ്മൾ മതി, നമുക്ക് നല്ല നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു സെൽഫ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് മുന്നോട്ട് പോകാം, മൂവ് ഓൺ ചെയ്യുക. So the final message is, goal is not to defeat the narcissist, but the goal is to become someone they can no longer control. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നമസ്കാരം.